കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് അറ്റകുറ്റപ്പണികൾക്കായി പൊളിച്ചിട്ട ആറ്റിങ്ങൽ നഗരസഭയുടെ ടൗൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിലവിലെ ഭരണസമിതിയുടെ കാലത്തും പൂർത്തിയാക്കാനായിട്ടില്ല. കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. 8.5 കോടി രൂപയ്ക്ക് ടൗൺ ഹാൾ നവീകരണത്തിന്റെ മറവിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സണും CPM ഭരണസമിതിയും ആറ്റിങ്ങലിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത DCC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവുമായ P. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഈ ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തീകരിച്ചത് ഞങ്ങൾക്ക് പറയുന്നതിന് യാതൊരു വിഷമവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ചെയർമാൻമാരായിരുന്ന കാലത്താണ്. അതിനാവശ്യമായ സഹായം ചെയ്ത് അതും പറയുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും. ശ്രീ വക്കം പുരുഷോത്തമൻ നമ്മുടെ MLA-യും ടൂറിസം വകുപ്പ് മന്ത്രിയുമായിരുന്ന സമയത്താണ് എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് പറയാൻ കഴിയും. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഈ ടൗൺ ഹാൾ അതിന് ഒരു നവീകരണം നടത്തുവാൻ 8 വർഷം ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകർത്താക്കൾ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്കുമ്പോ കൂടെ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? ശ്രീ M. പ്രദീപ് ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ് ഇതിന്റെ തുടക്കം കൊടുത്തത്. അന്നാണ് ഇതിന്റെ തുടക്കം കൊടുത്തത്. അന്ന് നഗരസഭയിൽ നിന്ന് ആവശ്യമായ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് അടുത്തുള്ള സർവീസ് സഹകരണ ബാങ്ക് അവരിൽ നിന്ന് ലോൺ എടുക്കുവാൻ തീരുമാനിച്ചു. ആരോ പറഞ്ഞ കണക്ക് ഒരു അവസരം കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. 2 കോടി എടുത്തു, 4 കോടി എടുത്തു, അവസാനം എത്രയായി? 860. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് RS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. P. ജയചന്ദ്രൻ നായർ, പ്രിൻസ് രാജ്, ആലങ്കോട് അഷറഫ്, വിജയൻ മേലാറ്റിങ്ങൽ, S. രഘുറാം, ഇല്യാസ്, കൃഷ്ണകുമാർ, RS രാജേഷ്, ദീപാരവി തുടങ്ങിയവരും നഗരസഭ കോൺഗ്രസ് കൗൺസിലർമാരും പങ്കെടുത്തു.